ജില്ലാൽ ഇനിയിപ്പോൾ ഏതായാലും വളരെ ചുരുങ്ങിയ നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക സംഘം അഭിനന്ദനെ സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി സ്വീകരിച്ചു കഴിഞ്ഞാലുള്ള നടപടിക്രമങ്ങൾ എന്താണെന്ന് വ്യക്തതയുണ്ട് നമുക്ക്. പ്രത്യേക സംഘങ്ങളല്ല ഗോപി, നമ്മുടെ എയർ വൈസ് മാർഷൽമാരിൽ ഒരാളായ RGK കപൂർ ആണ് അവിടെയുള്ളത്. അദ്ദേഹം ആണ് കഴിഞ്ഞ ദിവസം മറ്റ് സേനാ ഉപമേധാവികൾക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതിനു മുമ്പ് ഈ ആക്രമണം, നമ്മുടെ വ്യോമാക്രമണം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുമ്പോൾ ആ വിദേശകാര്യ മന്ത്രാലയത്തിനൊപ്പം ഉണ്ടായിരുന്ന വിദേശകാര്യ മന്ത്രാലയത്തിൽ നമ്മുടെ ഈ അഭിനന്ദനെ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ ഉണ്ടാകാം എന്നുള്ള ഒരു വാർത്ത ഔദ്യോഗികമായി ഇന്ത്യ സ്ഥിരീകരിക്കുമ്പോൾ ആ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാറിനൊപ്പം ഉണ്ടായിരുന്ന RG കപൂർ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അദ്ദേഹം അദ്ദേഹമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അദ്ദേഹം തന്നെയാകും മാധ്യമങ്ങളെ കാണുക എന്നാണ് പറയുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരുപക്ഷെ ഒരു വലിയ തരത്തിലുള്ള ബ്രീഫിംഗ് എന്ന് അതിനുള്ള സാധ്യത തന്നെയില്ല, അങ്ങനെ പറയാനുള്ള കാരണങ്ങളുമില്ല എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. എന്താണ് ഇനിയിപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും, പക്ഷെ അങ്ങനെ ഒരു ബ്രീഫിംഗിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങില്ല. ഒരു പക്ഷേ ഈ AVMസിനൊപ്പം ഈ എയർ വൈസ് മാർഷൽസ് രണ്ട് മാർഷൽമാർക്കൊപ്പം നമ്മുടെ അഭിനന്ദനം വരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ. നേരത്തെ നമ്മുടെ അതിഥി ഡോക്ടർ ജോസ് കൂടി ചൂണ്ടിക്കാട്ടിയതുപോലെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നു, കൈവീശി കാണിക്കുന്നു. കാരണം മൈക്കിൽ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പുകളും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവിടെ മൈക്കുകൾ വച്ചിട്ടില്ല, ഉച്ചഭാഷണയില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരത്തുമാണ്. അപ്പോൾ അവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ കേൾക്കുന്ന രീതിയിലുള്ള ഉച്ചഭാഷണ സംവിധാനങ്ങളൊന്നും തന്നെ അവിടെ നിരത്തിയിട്ടുമില്ല, അവിടെ എത്തിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ഇതൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി എന്ന നിലയിലേക്ക് വരികയും അതിനുശേഷം ഈ വാഹന വ്യൂഹത്തിൽ കയറി മടങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്തായാലും സാധ്യതകൾ എന്തായാലും ഇന്ന് രാജ്യം കാത്തിരിക്കുന്നു ആ ഒരു ദൃശ്യം കാണുന്നതിന്, നമ്മുടെ ആ ചുണക്കുട്ടിയെ ഒന്ന് കാണുന്നതിന്, ആ ചുണക്കുട്ടിയെ കാണാനുള്ള ഒരു അവസരം അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഏവരും ഉള്ളത്. ആ കാത്തിരിപ്പാണ് രാവിലെ മുതൽ നമ്മളും രാജ്യവും തുടരുന്നതും. അതിനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ടത്.